പുത്തുംപഴത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ONV സാറിൻ്റെ ചലച്ചിത്ര ഗാന സബരിയിലൂടെ നടത്തുന്ന യാത്രയാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ഗാനങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, പാടുക അല്ലെങ്കിൽ പാടി പാട്ട്. ഇത് ഏതെല്ലാം ചിത്രത്തിലെ ഗാനങ്ങളിലെ ഏതെല്ലാം ഭാഗങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന രണ്ട് വ്യത്യസ്ത സിനിമകളിലെ ഗാനങ്ങളാണ്. ഇസബെല്ല ഒരു പ്രണയ കാവ്യമാണ്. മോഹൻ സാറാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അറിയാമല്ലോ, മാസ്റ്ററായിട്ടുള്ള നമ്മുടെ ജോൺസൺ മാസ്റ്ററാണ് ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. ONV സാറ് ജോൺസൺ മാസ്റ്റർ ചേർന്നിട്ടുള്ള ഒരുപാട് കോമ്പയിൽ മനോഹരമായ ഗാനം ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല കഥയാണ്, നല്ല പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയാണ്. മേനോൻ സാറും സുമലതയൊക്കെ എന്ന് പറയാൻ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇസബെല്ല എന്നുള്ള ചിത്രത്തിലെ ഒരു ഗാനം, ഇസബെല്ലയിലെ യേശുദാസ് സാർ ആലപിച്ച ഗാനമാണ് മംഗല്യയാമം തിരുമംഗല്യയാമം. മംഗല്യയാമം മലർവർണ്ണങ്ങൾ മന്ത്രകോടി നീർത്തുമ്പോൾ ഭൂമി ചാർത്തുമ്പോൾ എന്നിങ്ങനെ പറയുന്നത് ദേവദൂതർ പാടിയോ. ഇതാ വാക്കിൻ്റെ ഹരിശ്രീ കുറിച്ചിരിക്കുകയാണ്. തൻ്റെ ആദ്യ പദമായ നമ്മൾ എഴുതുന്ന ഓം ഹരിശ്രീ എന്നാൽ അദ്ദേഹം തൻ്റെ കവിതയിൽ എപ്പോഴും പ്രയോഗിക്കുന്ന ആ വാക്ക് ദേവദൂതർ പാടിയോ എന്നൊക്കെ ഉള്ളത് വേറെയും കാതോട് കാതോരം പല ചിത്രങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഉപമ ഇവിടെയും ദേവദൂതർ പാടിയോ എന്ന് പല്ലവിൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ചരണത്തിൻ്റെ അവസാനം കേവലാനന്ദമായി കേളിയാടുന്നു നീ ആദിയിൽ പാടിയോരീരടി പ്രാണനിൽ തുടിച്ചു പോകുന്നതാണ്. കണ്ട, ആദിയിൽ പാടിയോരീരടി, അവിടെയും പാടി എന്നുള്ള വാക്ക് മിനിമം ഒരു ഗാനത്തിൽ രണ്ട് ഭാഗത്തെങ്കിലും അപൂർവമായിട്ട് അദ്ദേഹം ഒരു തവണയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. മിനിമം 2 അല്ലെങ്കിൽ 3-4 പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇസബെല്ല എന്നുള്ള ചിത്രത്തിലെ ഈ ഞാൻ പറഞ്ഞ ഗാനത്തിലെ മംഗല്യയാമത്തിലെ രണ്ടാമതും അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലെ അർത്ഥസമ്പുഷ്ടവും സിനിമയുടെ ടൈറ്റിൽ വാക്ക് തന്നെ പറയുന്ന ആയിട്ടുള്ളൊരു ഗാനമുണ്ട്. ശരിക്കും അതിലെ കഥാപാത്രത്തിൻ്റെ ജീവിതം നമ്മൾ കൃതഹസ്ഥൻ എന്ന് ONV സാറിനെ പറയും. കൈയടക്കത്തോടുകൂടി അദ്ദേഹം ഈ വരികളിൽ പറയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോവാം ഈ ചിത്രത്തിലെ ഗാനം. നിൽപ്പൂ നീ ജനിമൃതികൾക്കകലേ കൽപ്പന തൻ കണിമലരേ ഇസബെല്ല. കണ്ടോ, ഇസബെല്ല എന്നുള്ള ടൈറ്റിൽ തന്നെ ഇസബെല്ല. നിൽപ്പൂ നീ ജനികൾക്കും മൃതികൾക്കും അപ്പുറം നിൽക്കുന്നതാണ് ഇസബെല്ല. ജനിയുടെയും മൃതിയുടെയും താഴ്വരകൾക്ക് അപ്പുറത്ത് നിൽപ്പൂ നീ ജനിമൃതികൾക്കക്കരെ കൽപ്പനതൻ, ഈ ഭാവനയ്ക്കൽപ്പമുള്ള കണിമലരെ എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ അവളെ പറയുന്നുണ്ട് വസന്ത ഗീതം പോലെ ഒരു ദുരന്ത കാവ്യ, ദുരന്ത ഗീതം പോലെ. അവളുടെ ജീവിതം തന്നെ ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം, അവളുടെ ജീവിതം തന്നെ ഒരു ദുരന്ത ഗാനം പോലെ അടിവച്ചകലും പകലിൻ വഴിയിൽ. അതാണ് വിടരും ആ പൊഴിയും താരക പോലെ എന്നാണ്. കണ്ടോ, പകലിങ്ങനെ അടിവച്ചടിച്ച് പോകുമ്പോൾ താരകം രാത്രിയിൽ നിന്ന് അപ്രത്യക്ഷമാവും. അപ്പോൾ പകൽ അടുത്തടുത്ത് വരുന്ന അടിവച്ചകലും പകലിൽ വഴിയിൽ വിരിയും താരക പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ദുരന്ത ഗീതം. ആ കഥയിലെ കഥാപാത്രത്തിനെ എന്ത് രസകരമായി 3-4 വരികളിലൂടെ കൈയടക്കത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗാനം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇസബെല്ല ജോൺസൺ മാസ്റ്റർ ONV സാറിൻ്റെ അതിലുള്ള ഗാനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ സെഷനിലെ രണ്ടാമത്തെ ചിത്രം ജാതകം. ശ്രീ സുരേഷ് ഉണ്ണിത്താനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം R സോമശേഖരൻ. അദ്ദേഹം ഒരു ചിത്രത്തിനാണ് സംഗീത സംവിധാനം ചെയ്തത്. പിന്നെ അദ്ദേഹം വിദേശത്തൊക്കെ പോയി ഇടയ്ക്കാണ് അദ്ദേഹം അന്തരിച്ചു പോയത്. R സോമശേഖരൻ. ഇതിൽ ഉള്ളൊരു ഗാനമുണ്ട്, ചിത്രചേച്ചി പാടിയ ഗാനം, ONV സാറിൻ്റെ രചനയിൽ. അരളിയും കദളിയും പൂവിടും കാടിൻ്റെ കരളിലിരുന്ന് പൊന്മുരളിയൂതും അറിയാത്ത പാട്ടുകാരാ നിന്റെ അരികിലേക്കിന്നു ഞാൻ ഓടി വന്നു അരളിയും കദളിയും പൂവിടും കാടിൻ്റെ കരളിലിരുന്ന് പൊന്മുരളിയൂതും അറിയാത്ത പാട്ടുകാരാന്ന്. വേണ്ട, അറിയാത്തയാണ്,
ആരോ പാടി പെയ്യുന്നു അറിയാത്ത ഗാനം ആരോട്. അത് ആ പ്രാസം ഇവിടെ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. ആ കൽപ്പന, ആ ഭാവന. അറിയാത്ത പാട്ടുകാര നിൻ്റെ അരികിലേക്ക് ഇന്ന് ഞാൻ ഓടി വന്നു എന്നാണ്. പല്ലവിയിൽ ഈ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അനുപല്ലവിയിലേക്ക് വരുമ്പോൾ മധുരമാമേതോ മകുടി തന്നാദം കേട്ടുണരുന്ന നാഗിനി പോലെ. കണ്ട, മധുരമാമേതോ, അത് കണ്ട, മകുടി തൻ നാദം കേട്ടുണരുന്ന നാഗിനി പോലെ എന്നാണ് വീണ്ടും പറയുന്നത്. പാടി വിളിക്കുന്നു പാൽക്കടലിൻ നേർക്ക് പായുന്ന വാഹിനി പോലെ. കണ്ടോ, പാടി വിളിക്കുന്നു. അതാ വീണ്ടും പാടി വിളിക്കുന്നു എന്നുള്ള വാക്കും അദ്ദേഹം അനുപല്ലവിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പല്ലവിയിലും അനുപല്ലവിയിലുമായിട്ട് 2 തവണ ഈ വാക്ക് ജാതകം എന്നുള്ള ചിത്രത്തിലെ ആർ സോമശേഖരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ അന്വേഷിക്കുന്ന പദം വന്നതിൽ കൂടി ഈ ചിത്രത്തിലെ യേശുദാസ് സാർ പാടിയ മറ്റൊരു ഗംഭീര ഗാനമുണ്ട്. പുളിയിലക്കരയോലും പുടവ ചുറ്റിക്കുളു ചന്ദനത്തോടുകൂറി ചാർത്തി നാഗഭണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാ പൂതിരുകി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിത നേത്രനായി നിന്നു. ഇങ്ങനൊരു ഗാനം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് 2 ചിത്രങ്ങളാണ് പറഞ്ഞത്. ഇസബെല്ല, ജാതകം. പക്ഷേ ഇസബെല്ല എന്ന് പറയുന്ന മറ്റൊരു പ്രണയകാവ്യവും ജാതകം എന്ന് പറയുന്ന ഒരു പറഞ്ഞ നല്ലൊരു ചിത്രം, നാടൻ ഒരു ചിത്രം. ഈ 2ലും ജോണർ 2 ആണെങ്കിൽ കൂടെ പ്രണയത്തിലും ഇതിലും 2ൻ്റെ ജാതകത്തിലും ONV സാറിൻ്റെ ജാതകമായ വാക്ക് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തൽക്കാലം വിട പറയുകയാണ്. മുത്തും പവിഴവും തൻ്റെ യാത്ര വീണ്ടും ഇതാ നിർത്താതെ തുടരുകയാണ്. എത്ര ഗാനങ്ങളുണ്ടോ നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ ഇത് വന്നിരിക്കുന്നത്. വീണ്ടും കാണാം.